ഇതൊക്കെ ഞാനൊരു 2 വർഷം മുന്നേ വരച്ച് വെച്ച ബോട്ടിൽ ആർട്ടുകളാണ് കേട്ടോ. എന്തായാലും അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സമയമായി. സോ വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് പെയിൻറ്റിങ് ഓൺ റാൻഡം തിങ്സ്. ഇന്ന് നമുക്കൊരു ബോട്ടിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സോ അതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഇട്ടിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. യൂഷ്വലി ഞാൻ വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്യാൻ ഭയങ്കര പിഷ്കത്തിയാണ്. പക്ഷേ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വൈറ്റ് കമ്പൽസറിയാണ്. സോ വേറെ രക്ഷയില്ല. ആദ്യം തന്നെ ഞാൻ ഗ്രീൻ പെയിൻറ്റ് എടുത്തിട്ട് കുറച്ച് റാൻഡമായിട്ട് ഇലകൾ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബോട്ടിലിൻ്റെ പുറത്ത് മൊത്തം പല കളേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഉള്ളിൽ വൈറ്റ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഡിസൈനൊക്കെ നമുക്ക് നന്നായിട്ട് എടുത്ത് കാണിക്കും. ഈ ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാതെ അത്ര വലിയ പണിയുള്ളതൊന്നും അല്ലാന്ന്. ചുമ്മാ കുറേ ഇലകൾ വരച്ച് കൊടുക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ തണ്ടുകൾ ഒക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുക്കുകയാണ്. പെർഫെക്ഷൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നെക്സ്റ്റ് ഞാൻ യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. സിമ്പിൾ ഫ്ലവറാണ്, ഒരു പണിയില്ല കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വേറെ കളറിലും ഇതേപോലെ ഫ്ലവേഴ്സ് ഞാൻ വരച്ച് കൊടുക്കുകയാണ്. നെക്സ്റ്റ് റെഡ് എടുത്തിട്ട് കുറച്ച് അടുത്തുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഫ്ലവേഴ്സിന് ചൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് യെല്ലോ, റെഡ്, വയലറ്റ്, അതുപോലെ തന്നെ പിങ്കും ആണ് കേട്ടോ. ഇതുപോലത്തെ ബോട്ടിൽസൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഈ ഡിസൈൻസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അവസാനത്തെ കളറായിട്ടുള്ള പിങ്കും കൂടെ അടിച്ചിട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ തണ്ട് വരച്ചതിലൊക്കെ കുറച്ച് ഇംപെർഫെക്ഷൻസ് കാണാൻ പറ്റും. അത് കറക്റ്റായിട്ട് കണക്റ്റ് ആയിട്ടില്ല. സോ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതും കൂടെ കറക്റ്റായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ മിനുക്ക് പണികൾക്കൊക്കെ ശേഷം ഞാൻ ബ്ലാക്ക് കളർ കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു റിയലിസ്റ്റിക് ഫീല് വരുത്തുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഫ്ലവേഴ്സ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.